തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുൻനിർത്തി PR ഇമേജ് കൂട്ടാനൊരുങ്ങി മുഖ്യമന്ത്രി. CM വിത്ത് മീ എന്ന പേരിൽ സമഗ്ര സിറ്റിസൺ കണക്ട് സെന്ററിന് ഇന്ന് തുടക്കമിടും. മുഖ്യമന്ത്രി എന്നോടൊപ്പം പരിഹാരം ഉറപ്പാണ് എന്ന പേരിലാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെയുള്ള സർക്കാരിന്റെ വോട്ടുറപ്പിക്കൽ നീക്കം. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഇനിയിപ്പോൾ ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ്. അടുത്ത വർഷം ഏപ്രിൽ മാസത്തോടുകൂടി വളരെ സുപ്രധാനമാകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. PR വർക്ക് നടത്താതെ ഒരു വോട്ടും കിട്ടില്ല എന്ന അവസ്ഥയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ സർക്കാരും എന്നത് ഒരു വസ്തുതയാണ്. കാരണം കഴിഞ്ഞ 10 വർഷം കൊണ്ട് ജനങ്ങളെ എങ്ങനെയൊക്കെ വെറുപ്പിക്കാമോ അങ്ങനെയൊക്കെ വെറുപ്പിച്ച ഒരു സർക്കാരാണ്. അപ്പോൾ ഇനിയിപ്പം ഏക മാർഗം PR വർക്കാണ്. തീർച്ചയായും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ മുൻകാല ചരിത്രമെടുത്താൽ പോലും ഈ PR വർക്ക് നിരവധി PR വർക്ക് നടത്തിയതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ നമുക്കറിയാം. സമാനമായ രീതിയിൽ തന്നെയാണ് നിലവിലും നടക്കുന്നതെന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. അതിൻ്റെ കൂടി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത് വരുന്നൊരു സാഹചര്യത്തിൽ ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ CM വിത്ത് മീ എന്ന പേരിലൊരു സമഗ്ര സിറ്റിസൺ കണക്ട് സെൻറ്റർ എന്ന രീതിയിലൊരു പ്രശ്നപരിഹാര സെല്ല് അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും അതോടെ തന്നെ സംസ്ഥാന സർക്കാരും മുന്നോട്ട് പോകുന്നത് എന്ന് വേണം പറയേണ്ടിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ടാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുക. മുഖ്യമന്ത്രി തന്നെയായിരിക്കും ഉദ്ഘാടനം നിർവഹിക്കുക. എന്തായാലും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ അടുത്ത് വരുന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത വർഷത്തോടു കൂടി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരും. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് നിലവിൽ ഇത്തരത്തിലൊരു നീക്കം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. നേരത്തെ സമാനമായ രീതിയിൽ തന്നെ പ്രശ്നപരിഹാര സംവിധാനങ്ങൾ എന്ന നിലയിൽ തന്നെ നവകേരള സദസ്സടക്കം നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഈ മറ്റൊരു രീതി, അതായത് മറ്റൊരു മാർഗം സ്വീകരിച്ചു എന്നത് വേണം മാത്രമേ ഇതിനകത്തൊരു വ്യത്യാസമായി നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള സർക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരങ്ങൾ ഏതൊക്കെ രീതിയിൽ നടത്താൻ കഴിയുമോ അതൊക്കെ ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സെൽ രൂപീകരിക്കുന്നത്.